മലയാളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കൊമേഡിയൻ ആയിട്ടുള്ള ഹരിശ്രീ അശോകൻ CID മൂസ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് എഴുതാനല്ലേ അറിയൂ സാറേ, വായിക്കാൻ അറിയില്ലല്ലോ എന്നുള്ളത്. ശരിക്കും നമ്മുടെ മസ്തിഷ്കത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഇതിനെയാണ് അലക്സിയ വിത്തൗട്ട് എഗ്രാഫിയ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് മസ്തിഷ്കത്തിന് വരുന്ന ഒരു തകരാറാണ്. മസ്തിഷ്കത്തിന്റെ ബാക്കിലുള്ള 2 ലോബുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഫൈബറിൽ വരുന്ന സ്ട്രോക്കാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്ക് കാരണം. ഇതിൽ ഈ കാണുന്ന കാര്യങ്ങളെ ഭാഷയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൽ. അതങ്ങ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് എഴുതാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ കാണുന്ന ആ കാര്യങ്ങളെ ഭാഷയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വായിക്കാൻ പറ്റില്ല. അതാണ് ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. ഇത് ശരിക്കും സ്ട്രോക്ക് പോലെയുള്ള സിവിയർ ആയിട്ടുള്ള മസ്തിഷ്കത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്ന ഒരു അസുഖം വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരുന്നതെന്നാണ് ന്യൂറോളജിസ്റ്റ് പറയാറുള്ളത്. ഇതിന് മെയിനായിട്ട് അവർ ചെയ്യാറുള്ളത് ഫിസിയോതെറാപ്പിയാണ്. ഒരു 3-4 ആഴ്ചകൾ കൊണ്ട് ഇത് റിക്കവർ ചെയ്ത് കിട്ടും എന്നാണ് ന്യൂറോളജിസ്റ്റ് സാധാരണ പറയാറുള്ളത്. വളരെ രസകരമായിട്ടുള്ള ഈ കാര്യം നമ്മൾ ചിരിച്ചു തള്ളിയൊരു കാര്യമാണ്. പക്ഷേ ഇത് ന്യൂറോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിനെ സംബന്ധിച്ച് ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയും കുറേ കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹാപ്പി മോർണിംഗ്.